ഞാനാണ് ChatGPT. എനിക്ക് ഒരുപാട് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഓരോരോ ആൾക്കാരായിട്ട് ഇങ്ങനെ ഓരോ മെസ്സേജുകളൊക്കെ ഇടാറുണ്ട്. എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്, എങ്ങനെയാണ് ചന്ദ്രൻ ഉണ്ടായത്, എന്തിനു പറയുന്നത്, ഞാൻ എങ്ങനെ ഉണ്ടായെന്ന് പോലും പലരും എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ അതിൻ്റെ ഒരു തിരക്കിലായിട്ടിരിക്കുകയാണ്. ഇതെന്തോ എൻ്റെ മാത്തമാറ്റിക്സ് പോർഷനിൽ കണക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുക, എൻ്റെ കണക്ക് എങ്ങനെ സോൾവ് ചെയ്യുക, ഞാനാണോ കണക്ക് കണ്ടുപിടിച്ചത്? എൻ്റെ അടുത്ത് ഇങ്ങനെ കണക്കൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ഉത്തരം പറയണ്ടത്? വീണ്ടും മെസ്സേജ്. ഇതൊന്നും ഭൂമി വീണ്ടതാണ്. അത് അവന് വല്ല യൂട്യൂബ് ചാനൽ വല്ലതും എടുത്ത് നോക്കിക്കൂടെ ഭൂമി വീണ്ടാണ്? എൻ്റെ അടുത്ത് എന്തിനാണ് ചോദിക്കുന്നത്? വീണ്ടും വന്ന മെസ്സേജ്. ഇതെന്തോ കൊടുക്കുന്നത്? നാളെ സ്കൂളുണ്ട്. ഇതെന്ത് കഷ്ടമാണ് ഇപ്പോഴത്തെ കാര്യം. ഞങ്ങളുടെ ChatGPTയുടെ ഉത്തരവാദിത്വമാണ് സ്കൂളുണ്ടോ സ്കൂളില്ലയോ എന്ന്. അത് ChatGPT ആണോ തീരുമാനിക്കുന്നത്? സ്കൂളിലെ ആൾക്കാർക്ക് ചോദിക്കണം, അല്ലെങ്കിൽ അതിനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ചോദിക്കണം. അല്ലാതെ നമ്മളോട് ചോദിച്ചാൽ ഇനി നോക്കിയോ, ഇനി ഞാൻ കാണിച്ചത് ഇനി ആരെങ്കിലും മെസ്സേജ് ഉണ്ടോ? വീണ്ടും മെസ്സേജ് ഉണ്ട്. ഇതെന്തോ കിട്ടിയത്? എന്തോ ഇത് വായിക്കാൻ പറ്റില്ല. എൻ്റെ ഇമേജ് ഞാൻ നല്ല ഷാറൂഖ് ഖാനെ പോലെ നിൽക്കുന്ന രീതിയിലാക്കി തരാം. എന്ത് പറയാൻ, ഷാറൂഖ് ഖാനെ പോലെ. അതെന്തായാലും ചെയ്യാം. ഓക്കെ. ഇനി വീണ്ടും മെസ്സേജ്. എന്നെ സൂപ്പർമാനെ പോലെ ആക്കാൻ. ഇത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ശരിയാക്കി ഇതൊന്നും ബാറ്റ്മാനെ പോലെ ആക്കാൻ. ബാറ്റ്മാനെ പോലെ ആക്കാനുള്ള എൻ്റെ ഉത്തരവാദിത്തമില്ല. നീ വേണമെങ്കിൽ എൻ്റെ കോസ്റ്റ്യൂം എല്ലാം വാങ്ങിച്ചില്ല. എൻ്റെ അടുത്ത് എന്തിനാണ് ചോദിക്കുന്നത്? ഇതെന്തോ എൻ്റെ മാത്തമാറ്റിക്സിലെ പോകാൻ പറ്റില്ല. പിന്നെ അടുത്തെന്തോ സ്പൈഡർമാനെ പോലെ വല വിരിക്കാൻ പറ്റും. എനിക്ക് വയ്യ, ഞാൻ മാഡത്തിനെ വച്ചിട്ട് പോകാം. കൂട്ടുകാരെ, ഞാനാണ് ജെമിനി. എൻ്റെ പേരാണ് ജെമിനി. ഞാനും ChatGPT പോലത്തെ ഒരു സോഫ്റ്റ്വെയറാണ്. എൻ്റെ അടുത്ത് നിങ്ങൾ എന്ത് കാര്യം ചോദിച്ചാലും ഞാൻ അതിനുള്ള കറക്റ്റായിട്ടുള്ള